ടി ആസഫ് അലി മുൻ DGP അദ്ദേഹം പറയുന്ന വളരെ കൃത്യമായൊരു പോയിന്റ് ഉണ്ട്. ഇത് ഈ 376 ഡിയിൽ 2013 വന്ന ഭേദഗതി തന്നെ ജീവപര്യന്തം എന്നാൽ ശേഷിക്കുന്ന ജീവിത കാലയളവ് എന്നതായിരുന്നു. അതിന് മന്ത്രി പറഞ്ഞപ്പോൾ അത് 14 വർഷം എന്ന നിലയിൽ മാത്രമാണ് കണ്ടത്. അത് നിയമപരമായി തെറ്റാണ് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ആസഫ് അലി പറയുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ സർക്കാരിന്റെ നിലപാട് തന്നെ വേട്ടക്കാരനൊപ്പമാണ് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായി കൂടി നമുക്ക് കാണാവുന്ന ഒരു ആരോപണമായി കരുതിയാൽ മതി. പക്ഷേ അദ്ദേഹം പറയുന്ന ആ നിയമപരമായ പോയിന്റ് വളരെ ശരിയാണ്. ആ 2013 ശേഷം നിർഭയ കേസിന് ശേഷം IPCയിൽ വന്ന മാറ്റം അനുസരിച്ച് തീർച്ചയായും ജീവപര്യന്തം അവിടെ പ്രോസിക്യൂഷൻ വാദിച്ചതും ശേഷിച്ച ജീവിത കാലയളവ് എന്നാണ്. ഈ പ്രതികൾ ഒരിക്കലും പുറത്തുവരാത്ത രീതിയിലുള്ള ജീവപര്യന്തം നൽകണം എന്നുള്ളത് തന്നെയായിരുന്നു. പരമാവധി ശിക്ഷയായ ജീവപര്യന്തമായി അത് മാറുന്നത് അങ്ങനെയാണ്. 20 വർഷം എന്നുള്ളത് ഇതിലെ കേവലമായ ശിക്ഷയാണ്, ഏറ്റവും മിനിമം ശിക്ഷയാണ് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ആസഫ് അലിയും നേരത്തെ അഡ്വക്കേറ്റ് അജകുമാർ പ്രോസിക്യൂഷനും ചൂണ്ടിക്കാണിച്ചത് എന്നതാണ്. എന്തായാലും നമുക്ക് ഈ നിമിഷത്തിൽ കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് തീർച്ചയായും ശിക്ഷാവിധി വന്നിരിക്കുന്നു. ഈ ശിക്ഷാവിധിയിൽ 6 പ്രതികൾക്കും ഒരുപോലെ 20 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. മറ്റ് വകുപ്പുകൾ പ്രകാരം മറ്റ് ശിക്ഷയുണ്ട്. പക്ഷേ ഓക്കെ, ഇപ്പോൾ പ്രേംകുമാർ മുൻ ചലച്ചിത്ര അക്കാദമി പ്രസിഡന്റ്. അപ്പോൾ എന്ന് പറയുമ്പോൾ പൊതുസമൂഹം ഇപ്പോൾ വിശ്വസിക്കുന്നതിന് അതൊരു ഗൂഢാലോചനയുണ്ട്. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. അപ്പോൾ ആ ഗൂഢാലോചന ഉണ്ട് എന്ന് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായിരിക്കുന്നു. എല്ലാ മാധ്യമ വാർത്തകളിലും ഒക്കെ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഇപ്പോൾ വ്യക്തമാകേണ്ടതുണ്ട്. എന്താണ് ഗൂഢാലോചന, ആരാണ് ഗൂഢാലോചന നടത്തിയത്, ആർക്കെതിരെയൊക്കെയാണ് ഈ ഗൂഢാലോചന നടന്നിട്ടുള്ളത്, അത് കൃത്യമായി കണ്ടെത്തണം. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ഒരുപോലെ ഒരേ സ്വരത്തിൽ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ കോടതിക്ക് മാത്രം അത് ബോധ്യമായില്ല എന്ന് പറയുന്നു. അത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഗൂഢാലോചന കൃത്യമായി അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ഗൂഢാലോചന നടത്തിയവരെ അവരാര് തന്നെയായിരുന്നാലും ശരി ഏറ്റവും മാതൃകാപരമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള നമ്മുടെ പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യത അത് വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയായിട്ട് മാറും. അതാണ് എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്കോ അതിൻ്റെ മറ്റു ന്യായ വിചാരങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കണ്ടേ? പൊതുസമൂഹം മുഴുവൻ അങ്ങനെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം ഇപ്പോൾ വിശ്വസിക്കും.